ബേസിക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്നുള്ള MCQ ചോദ്യങ്ങളാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ബേസിക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എയിംസ് ടു ഓപ്ഷൻസ്: എലിമിനേറ്റ് ഡിസാസ്റ്റർ കംപ്ലീറ്റ്ലി, ഓർഗനൈസ് റിസോഴ്സസ് ഫോർ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി, ഫോക്കസസ് only on post disaster facilitation, പ്രൊവൈഡ് ഇൻഷുറൻസ് കവറേജ് only. ഇപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓർഗനൈസ് റിസോഴ്സസ് ഫോർ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി എന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എയിമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം: വിച്ച് ഫേസ് ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എയിംസ് ടു റീസ്റ്റോർ ആൻഡ് ഇംപ്രൂവ് ലൈവ്ലിഹുഡ് പോസ്റ്റ് ഡിസാസ്റ്റർ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഏത് സൈക്കിളിലാണ് റീസ്റ്റോർ ആൻഡ് ഇംപ്രൂവ് ലൈവ്ലിഹുഡ് പോസ്റ്റ് ഡിസാസ്റ്റർ വരുന്നത്? ഓപ്ഷൻസ്: പ്രിപ്പയർനെസ്, മിറ്റിഗേഷൻ, റിക്കവറി, പ്രിവെൻഷൻ. ആൻസർ സി ആണ്. റിക്കവറി ഫേസിലാണ് ഇത് വരുന്നത്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് ദി ബിൽഡ് ബാക്ക് ബെറ്റർ ഫോക്കസസ് ഓൺ. ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? റീബിൽഡിംഗ് എക്സാക്ട്ലി ആസ് ബിഫോർ ദ ഡിസാസ്റ്റർ, റീകൺസ്ട്രക്റ്റിംഗ് വിത്ത് ഇംപ്രൂവ്ഡ് റെസിലിയൻസ് ആൻഡ് DRR മെഷേഴ്സ്, അവോയ്ഡിംഗ് റീകൺസ്ട്രക്ഷൻ ഇൻ അഫക്റ്റഡ് ഏരിയാസ്, ബിൽഡിംഗ് ഫാസ്റ്റർ വിത്തൗട്ട് ക്വാളിറ്റി ചെക്സ്. ആൻസർ ബി ആണ്. റീകൺസ്ട്രക്റ്റിംഗ് വിത്ത് ഇംപ്രൂവ്ഡ് റെസിലിയൻസ് ആൻഡ് DRR മെഷേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദീസ് നോട്ട് എ കീ ഇൻ ടേംസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്? മിറ്റിഗേഷൻ, ഇഗ്നോറൻസ്, പ്രിപ്പയർനെസ്, റീകൺസ്ട്രക്ഷൻ. ഇതിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ കീ ടേം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ആൻസർ ബി ആണ്. ഇഗ്നോറൻസ് ആണ് ശരി ഉത്തരം. അടുത്തത്: വിച്ച് ടേം റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് ലോസ് കോസ്ഡ് ബൈ ഹസാർഡ് ഓൺ എ അസറ്റ് ഓഫ് പീപ്പിൾ? ഡിഗ്രി ഓഫ് ലോസ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹസാർഡ്, പ്രോബബിലിറ്റി, എക്സ്പോഷർ, വൾണറബിലിറ്റി, റെസിലിയൻസ്. ആൻസർ സി ആണ്. വൾണറബിലിറ്റി ആണ്. ഡിഗ്രി ഓഫ് ലോസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൾണറബിലിറ്റിയാണ്. ഡിഗ്രി ഓഫ് ലോസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൾണറബിലിറ്റി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫ്രെയിം വർക്കും ലോസും ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യനാണ്. സെൻഡൈ ഫ്രെയിം വർക്കിൻ്റെ പീരീഡ് എന്നാണ്? അതിൻ്റെ സെൻഡൈ ഫ്രെയിം വർക്കിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2015 മുതൽ 2030 വരെയാണ് സെൻഡൈ ഫ്രെയിം വർക്കിൻ്റെ പീരീഡായിട്ട് വരുന്നത്. അടുത്തത്: ദ ഫസ്റ്റ് ഗ്ലോബൽ DRR ഫ്രെയിം വർക്ക് വിത്ത് 5 പ്രയോറിറ്റീസ് ഫോർ ആക്ഷൻ വാസ്? ഫസ്റ്റ് ഗ്ലോബൽ DRR 5 പ്രയോറിറ്റീസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ഹൊയോഗോ ഫ്രെയിം വർക്ക് ആക്ഷനാണ് 2005 മുതൽ 2015 വരെ. അതിനുശേഷമാണ് സെൻഡൈ ഫ്രെയിം വർക്ക് വരുന്നത്. 5 പ്രയോറിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊയോഗോ ഫ്രെയിം വർക്കാണ് ആൻസറായിട്ട് വരുന്നത്. അണ്ടർ ദ DM Act, ദ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് ചെയർഡ് ബൈ. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് DM Act പ്രകാരം? ആൻസർ ബി ആണ്. ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് NDMA നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ ആരാണ്? NDMAയുടെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. പ്രധാനമന്ത്രിയാണ് NDMAയുടെ ചെയർമാനായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: സെക്ഷൻ 38(2)G ഓഫ് ദ DM Act മാൻഡേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടു. ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രിപ്പയർ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ്. അടുത്ത കേരള ഹസാർഡ് ആൻഡ്
വൾണറബിലിറ്റി പ്രൊഫൈലിനെ പറ്റിയുള്ള ചോദ്യമാണ്. കേരള ഈസ് ക്ലാസിഫൈഡ് ആസ്, ഓപ്ഷൻ ബി ആണ്, മൾട്ടി ഹസാർഡ് പ്രോണാണ് കേരള വരുന്നത്. കേരള ഫോൾസ് അണ്ടർ വിച്ച് സീസ്മിക് സോൺ, ഏത് സീസ്മിക് സോണിലാണ് കേരളം വരുന്നത്? ഭൂകമ്പത്തിലെ സോൺ 3 കേരളം വരുന്നത്. അടുത്തത് നമ്പർ ഓഫ് ഫാറ്റൽ ലാൻഡ് സ്ലൈഡ് റെക്കോർഡഡ് ഇൻ കേരള ബിറ്റ്വീൻ 1961 ആൻഡ് 2009. എത്ര ലാൻഡ് സ്ലൈഡുകളാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് 65. ഫാറ്റലായിട്ടുള്ള 65 ലാൻഡ് സ്ലൈഡുകളാണ് ഈ പീരീഡിൽ വന്നിട്ടുള്ളത്. വിച്ച് ഡിസാസ്റ്റർ സ്ട്രക്ക് കേരള ഇൻ 2004 ആഡിങ് ന്യൂ ഡയമെൻഷൻ ടു ഇറ്റ്സ് ഡിസാസ്റ്റർ സിനേറിയോ? ഓപ്ഷൻ ബി സുനാമിയാണ്. 2004 വന്നത് സുനാമി. കോസ്റ്റൽ ലെങ്ത് ഓഫ് കേരള ഈസ് അപ്രോക്സിമേറ്റ്ലി, എത്ര കോസ്റ്റൽ ലെങ്ത് ഉണ്ട് കേരളത്തിന്? 570 കോസ്റ്റൽ ലെങ്ത് ഓഫ് കേരള ആയിട്ട് വരുന്നത്. ദ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റോൾ ആൻഡ് സ്ട്രക്ചർ. ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ്, ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഹു ഈസ് ദ ഡിസ്ട്രിക്ട് ഇൻസിഡൻറ്റ് കമാൻഡർ ഇൻ ലാൻഡ് റവന്യൂ DM ഹൈറാർക്കി? ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഡിസ്ട്രിക്ട് ഇൻസിഡൻറ്റ് കമാൻഡറാണ് ഡിസ്ട്രിക്ട് കളക്ടർ. അടുത്തത് അപ്ഡേറ്റിംഗ് IDRN പ്ലാറ്റ്ഫോം ഷുഡ് ബി ഡൺ ബൈ, ഓപ്ഷൻ ബി ആണ് വൺസ് ഇൻ 3 months, 3 മാസത്തിനുള്ളിൽ IDRN പ്ലാറ്റ്ഫോം അപ്ഡേറ്റ് ചെയ്യണം. DEOC ആർ റിക്വയർഡ് ടു ബി മാൻഡ്, ആൻസർ ബി ആണ് 24/7 DEOCs. അടുത്ത ഐഡൻറ്റിഫൈ ആൻഡ് മാപ്പിംഗ് മാസ് ബ്യൂരിയൽ സൈറ്റ് ഫോൾ അണ്ടർ വിച്ച് ഫേസ്? ഓപ്ഷൻ എ ആണ് മിറ്റിഗേഷൻ അല്ലെങ്കിൽ നോർമൽ ടൈംസ്. SEOC EOC എമർജൻസി സപ്പോർട്ട് ഫങ്ഷൻസിനെ പറ്റിയുള്ള ചോദ്യമാണ്. SEOC ഇൻ കേരള ഈസ് ലൊക്കേറ്റഡ് അണ്ടർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് SEOC ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി എമർജൻസി സപ്പോർട്ട് ഫങ്ഷൻസ് ESF ആർ ലിസ്റ്റഡ് അണ്ടർ SEOC? ആൻസർ സി ആണ് 14 എമർജൻസി സപ്പോർട്ട് ഫങ്ഷൻസ് ഉണ്ട്. വിച്ച് ഈസ് നോട്ട് ആൻ ESF ഓർ SEOC? മീഡിയ, റിസർച്ച് ആൻഡ് റെസ്ക്യൂ, ഡൊണേഷൻ, സ്പേസ് റിസർച്ച്. സ്പേസ് റിസർച്ച് ആണ്. അടുത്തത് ബാക്കപ്പ് SEOC ഈ സജസ്റ്റഡ് വിത്തിൻ, ഓപ്ഷൻ എ ആണ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്. റാപ്പിഡ് അസസ്മെൻറ്റ് ടീംസ് ആർ, റാപ്പിഡ് അസസ്മെൻറ്റ് ടീംസ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ടീംസ് ഫോർ ഇമ്മീഡിയറ്റ് ഡാമേജ് അസസ്മെൻ്റ് ആണ് റാപ്പിഡ് അസസ്മെൻറ്റ് ടീംസ്. അടുത്ത പ്രിപ്പയർനെസ് റെസ്പോൺസ് ആൻഡ് റിക്കവറി പ്ലാൻ. പ്രിപ്പയർനെസ് ഫേസ് ആക്ടിവിറ്റീസ് ഫോർ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻക്ലൂഡ് കണ്ടക്ടിങ് റീഫ്രഷർ DM ട്രെയിനിങ് ഫോർ ദി ഒഫീഷ്യൽസ്. അടുത്തത് റെസ്പോൺസ് ഫേസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കോഓർഡിനേറ്റിംഗ് ഇവാക്വേഷൻ പ്രോസസ്. റെസ്പോൺസ് ഫേസ് ഇൻക്ലൂഡ് കോർഡിനേറ്റിംഗ് ഇവാക്വേഷൻ പ്രോസസ്. അടുത്തത് റിക്കവറി ഫേസ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? റിക്കവറി ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റിംഗ് റിപ്പയർ ആൻഡ് റീകൺസ്ട്രക്ഷൻ വർക്കാണ് എന്ത് റിക്കവറി ഫേസിൽ നടക്കുന്നത്. ഫെസിലിറ്റേറ്റിംഗ് റിലീഫ് ക്യാമ്പ് ഡ്യൂറിങ് കോസ്റ്റൽ ഇറോഷൻ ടൈം ഈസ് കോൾഡ് റെസ്പോൺസ് ആണ്. റെസ്പോൺസ് ആക്ഷൻ ആണ് ഫെസിലിറ്റേറ്റിംഗ് റിലീഫ് ക്യാമ്പ് ഡ്യൂറിങ് കോസ്റ്റൽ ഇറോഷൻ ടൈം എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ്. ഡെവലപ്പിംഗ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി മാപ്പ് ഈസ് എ പ്രിപ്പയർനെസ് ആക്ടിവിറ്റി, മിറ്റിഗേഷൻ ആക്ടിവിറ്റി, റെസ്പോൺസ് ആക്ടിവിറ്റി, റിക്കവറി ആക്ടിവിറ്റി. ഡെവലപ്പിംഗ് ഹസാർഡ് ആൻഡ് വൾണറബിലിറ്റി മാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മിറ്റിഗേഷൻ ആക്ടിവിറ്റിയാണ്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് തുറന്നു കാണുക. താങ്ക് യു.